ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ അനേക മാനവ ഹൃദയങ്ങൾക്ക് വലിയ ആശ്വാസവും സന്തോഷമായി തീരുന്നു എന്നറിയുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായി ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ഒരിക്കൽ കൂടെ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് വായിച്ച് കേൾപ്പാനുള്ളത് വെള്ളം ധരിച്ച ഒരു ശേഷിപ്പ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യം പറയുന്നു, എങ്കിലും ഉടുപ്പ് മല്ലമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. വിക്ടോറിയൻ ലണ്ടനിൽ പ്രഭാഷകനായ വില്യം ജെയിംസ് പിയേഴ്സൺ ക്രിസ്തീയ ലഘുലേഖകൾ വിതരണം ചെയ്യുവാനും താൻ കണ്ടുമുട്ടിയവരുമായി യേശുവിൻ്റെ സ്നേഹം പങ്കിടുവാനും പരിശ്രമിച്ചു. വർഷങ്ങളോളം പിയേഴ്സൺ ഓരോ ആഴ്ചയും ഒരു പുതിയ ഗാനം എഴുതുമായിരുന്നു. അതിൽ യേശുവെ നിന്റെ നിറവ് നൽകുക എന്നതുൾപ്പെടെ അതിനുശേഷമുള്ള ചില വാക്കുകളും ഇവിടെ ചുവടെ ചേർത്തിട്ടുണ്ട്. യേശുവെ നിന്റെ പൂർണ്ണത നൽകണമേ, എൻ്റെ ആത്മാവും ശരീരവും അനുഗ്രഹിക്കട്ടെ, ഞാൻ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, വെണ്മയിൽ അവനോടൊപ്പം നടപ്പാൻ അവൻ്റെ രക്തത്താൽ അവൻ എന്നെ യോഗ്യനാക്കുന്നു. ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ടത്, നാം വായിച്ചു കേട്ട വാക്യത്തിൻ്റെ ആദ്യകുറി പറയുന്നത് എങ്കിലും, അത് നമുക്കറിയാം ഒരു സാധാരണ വാക്കല്ല. എങ്കിലും എന്ന് പറയുന്ന ഒരു സാധാരണ വാക്കല്ല. കാരണം അതിൻ്റെ അകത്ത് എന്തോ ഒരു സാരാംശം ഒളിച്ചിരിക്കുന്നതായി, അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ അകത്ത് എന്തോ ഒരു നിത്യസത്യം ഒളിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. എങ്കിലും ഉടുപ്പ് മല്ലമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. നമുക്കെല്ലാവർക്കും പലവിധമാകുന്ന ആവലാദികളും വേവലാദികളും വെപ്രാളങ്ങളൊക്കെയാണ്. കാരണം കേരളത്തെ നോക്കിക്കൊണ്ട് ഒരു മാനവ സമൂഹം പറയുന്നു, അയ്യോ ഇത്രമാത്രം അധപതിച്ചു പോയോ കേരളം, ഇത്രമാത്രം ഇല്ലാതെയായി പോയോ കേരളം എന്ന് ചോദിച്ച് അനേക ദൈവമക്കൾ അലമുറയിടുന്നത് കാണുവാൻ കൊണ്ട് സാധിക്കും. എങ്കിലും നമ്മളെ പ്രസാദിപ്പിക്കുന്ന, നമ്മളെ പ്രത്യാശിപ്പിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ വാക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കും. അത് മറ്റൊന്നുമല്ല, എങ്കിലും ഉടുപ്പ് മല്ലമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. വേദപുസ്തകം പറയുന്നു, ഒരു ശേഷിപ്പ് മടങ്ങി വരും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വെള്ള ഉടുപ്പ് ധരിച്ചവരെ കുറിച്ച് വളരെ ശക്തമായി ഉടുപ്പ് മല്ലമാകാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനാലംഘനം സംഭവിക്കാതെ, കൽപ്പനയ്ക്ക് വിഘാതം വരുത്താതെ, കൽപ്പനയെ അതെ അധമപാതാളത്തിൽ തള്ളിക്കളയാതെ കൽപ്പനയെ പരീക്ഷിക്കുന്ന ഒരു മറ്റു സമൂഹമുണ്ട് എന്ന് വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നതായി കാണുവാൻ കൂടെ സാധിക്കും. എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിനു വേണ്ടി സധൈര്യമായി നിലകൊണ്ട അനേക പിതാക്കന്മാർ നമുക്കുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. നഷ്ടപ്പെട്ടു പോകുവാനായിട്ടല്ല ദൈവം തന്റെ സഭയെ കാലാകാലങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം 1844 ഉടലെടുത്ത അഡ്വന്റ് മൂവ്മെന്റ് 2026 എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഇത്രമാത്രം സുഗ്രാഹ്യമായൊരു വളർച്ച പ്രാപിച്ച, സുഗ്രാഹ്യമായ വളർച്ചയ്ക്ക് കാരണമായ ഒരു മഹൽ പ്രസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അതിയായി സന്തോഷമുണ്ട്. കാരണം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ വൈഷ്ണവത്വം പെരുകിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ അതേ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട ഒരു ക്രൈസ്തവ സമൂഹത്തെ കാണുവാൻ കഴിയും. ആർക്കും സ്നേഹമില്ല. അത് വേദപുസ്തകം പറയുന്നത് പോലെ മനുഷ്യർ സ്വസ്നേഹികളും
ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളുമായിരിക്കുകയാണ്. എന്താണ് സ്വാർത്ഥത മൂലം സംഭവിക്കുന്നത്? എന്താണ് നമുക്ക് മനസ്സിലാകാൻ കഴിയും. അത് എല്ലാം എനിക്ക് എന്ന് കരുതുന്ന ഒരു ലോകമാണ്, എന്നതെന്ന് കരുതുന്ന ഒരു ലോകമാണ്. പണ്ട് ഒരു ശുശ്രൂഷകൻ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്. ഇങ്ങനെ ആയിരിക്കരുത് ക്രൈസ്തവ ലോകം. ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതി, ഞാൻ മാത്രം വീണ്ടും ചെന്ന് പ്രാപിച്ചാൽ മതി, ഞാൻ മാത്രം ആത്മീയതയിൽ മുന്നേറിയാൽ മതി, ഞാൻ മാത്രം സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീർന്നാൽ മതിയെന്ന് വിചാരിക്കുന്ന ഒരു പാപമംഗലമായ ലോകത്തെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഈ വിധമാകുന്ന ലോകത്തിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് അയച്ചു. അത് മാത്രമല്ല, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരും വിശുദ്ധമതികളുമായി യോഗ്യതയോടെ ആക്കിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ നിലയിൽ നിറവേറ്റുന്നുണ്ടോ എന്ന് ഒന്ന് പുനഃപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഒരു ആത്മീയ അഭിനിവേശത്തിന്റെ ഒരു ഉജ്ജ്വല മുഴക്കം നമ്മുടെ കർണഭൂടങ്ങളിൽ മാറ്റൽ കൊള്ളേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം ആത്മീയമായി അധപ്പതിച്ച ഒരു ലോകമല്ല ക്രൈസ്തവ ലോകമെന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. കർത്താവ് നമുക്കായി ഒരുക്കുന്ന ആ നിത്യരാജ്യത്തെ കുറിച്ചുള്ളതായ ശരിയായൊരു ദർശനം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ വേദപുസ്തകം പറയുന്നു, സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പറയേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന്റെ സഭയുടെ നല്ല ഗ്രഹവിചാരകന്മാരെന്ന നിലയിൽ അത് ഉടുപ്പും മല്ലമാകാത്ത കുറെ പേർ സർവീസിൽ നിനക്കുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നാം നമ്മുടെ അതേ ഉദ്ദേശങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടവുമായി അനുരൂപപ്പെടുത്തിക്കൊണ്ട് കാൽവറി ക്രൂസിന്റെ ഉത്തമ ഭടന്മാരായി പ്രതികൂലങ്ങൾ അനവധി വരുമ്പോഴും പ്രശ്നങ്ങൾ അനവധി സൃഷ്ടിക്കപ്പെടുമ്പോഴും പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞു വീശുമ്പോഴും ഒരിക്കലും പതറിപ്പോവേണ്ട ആവശ്യമില്ല. കാരണം അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്, അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഏതൊരു വേദനിക്കുന്ന ആത്മാവിനെയും ഒരു നാളും തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, അത് ആര് മനസ്സ് പൊട്ടിക്കറിഞ്ഞാലും കരച്ചിലിന് മുൻപിൽ വാക്കുമാറിപ്പോകാത്ത, അത് തള്ളിക്കളയാത്ത, സ്നേഹം നിഷേധിക്കാത്ത ഒരു ദൈവത്തെയാണല്ലോ നാം കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധി വരുന്നു. നമുക്ക് വിശുദ്ധരായിരിക്കുവാൻ കഴിയുകയില്ല. കളങ്കമില്ലാത്ത വിശുദ്ധ വസ്ത്രം നമുക്ക് സ്വന്തമായി അവകാശപ്പെടുവാൻ കഴിയുകയില്ല. തിരുവെഴുത്തുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മനിറവുണ്ടാകുന്നതിലൂടെയും മാത്രമേ ഇടർച്ചകളിൽ നിന്ന് അകന്നിരിക്കാനും ശുദ്ധരായിരിക്കാനുമുള്ള ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ ദൈവം നൽകുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. നാം വിശുദ്ധരാക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത വളരെ ശക്തമായി നമ്മളെ രേഖപ്പെടുത്തുന്നതായി കാണുവാൻ സാധിക്കും. കാരണം വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു മാനവ ലോകത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദുഷ്കർമ്മമുള്ള ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ വിശുദ്ധിയുടെ ഉദ്ദേശങ്ങളെ നമ്മുടെ ആത്മീയ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കിക്കൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. സർദീസിലെ സഭയ്ക്ക് ദൂത് എഴുതിയപ്പോൾ അവർ പറയുന്നു, എങ്കിലും
അതൊരു വളരെ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട വാക്കാണ്. എങ്കിലും ഉടുപ്പ് മല്ലമാകാത്ത കുറെ പേർ സർവീസിലുണ്ട്. അഡ്വന്റിസ്റ്റുകാര് യോഗ്യന്മാരാണെന്നുള്ളതിന്റെ ഏക തെളിവ് അതാണ്. കാരണം നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധിയോടെ മുന്നേറുവാൻ, പ്രാർത്ഥനയോടെ മുന്നേറുവാൻ, ദൈവത്തിന്റെ ശക്തി നമ്മളിൽ നിറവേറ്റപ്പെടുവാൻ, എല്ലാവരും ആത്മീയരായി തീരുവാൻ, ആത്മീയ സംതൃപ്തി പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് ഈ പ്രഭാതം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായവനെ, ഒരിക്കൽ കൂടി അടിയങ്ങൾ തൃക്കരങ്ങളിലേക്ക് കടന്നു വരുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. രോഗികളായി കഷ്ടമനുഭവിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നവരുണ്ട്. കടഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്. വേദനയിലായിരിക്കുന്നവരുണ്ട്. എല്ലൂരി ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷ അനേകർക്ക് ആശ്വാസവും സമാധാനമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചന കേൾക്കുമാറാകണമേ. ആമീൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമീൻ.